മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കായി UDF ഇന്ന് യോഗം ചേരും. 2 മന്ത്രിസ്ഥാനം എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. അതേസമയം ഒറ്റ MLA-മാരുള്ള ഘടകകക്ഷികളെ ഉൾപ്പെടുത്തണോ എന്നത് കോൺഗ്രസ് തീരുമാനിക്കും. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിൽ KC വേണുഗോപാൽ നേരിട്ട് പങ്കെടുക്കുമോ എന്നതിലും ആകാംക്ഷയുണ്ട്. അതിനിടെ പ്രതിഷേധത്താൽ മാറി നിന്ന രമേശ് ചെന്നിത്തല VD സതീശന് ആശംസയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അൺഫിലിറ്റ്, ഈ മുഖ്യമന്ത്രിയായി ഇനിയിപ്പോൾ പ്രധാന കടമ്പ എന്ന് പറയുന്നത്, ഒരു കീറാമുട്ടി എന്ന് പറയുന്നത് മന്ത്രിസഭാ രൂപീകരണം, ആരൊക്കെ മന്ത്രിമാരായി എത്തണം എന്നുള്ളതാണ്. നിരവധി ഘടകങ്ങൾ ഇതിൽ നിർണായകമാണ്. അപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നത്? തീർച്ചയായും ഇനിയിപ്പോൾ പ്രധാന കടമ്പ കടന്നു കഴിഞ്ഞു. പക്ഷേ ഇനിയുള്ളതും കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അതായത് UDF-ന്റെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് ഇന്ന് കടക്കുകയാണ്. രാവിലെ UDF യോഗം ചേരുന്നുണ്ട്. അതായത് ഘടകകക്ഷികൾക്ക് എത്ര മന്ത്രിമാർ വേണം, ഘടകകക്ഷികളുടെ മന്ത്രിമാരുടെ വീതം വയ്പ്പാണ് ആദ്യം ചർച്ച ചെയ്യുക. അതിൽ തന്നെ മുസ്ലിം ലീഗ് 5 മന്ത്രിമാർ വേണമെന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവർക്ക് 5 മന്ത്രിമാരായിരുന്നു. അതൊരു കീഴ്വഴക്കമാണ്. തൽക്കാലം മുസ്ലിം ലീഗിന്റെ 5 മന്ത്രിമാർ ആവശ്യത്തിൽ കോൺഗ്രസ് എതിരഭിപ്രായം പറയുമെന്ന് തോന്നുന്നില്ല. കോൺഗ്രസ് ആ ആവശ്യത്തെ അംഗീകരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ജോസഫ് വിഭാഗം 2 മന്ത്രിമാർ വേണമെന്നൊരു ആവശ്യത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ നേടിയിട്ടുണ്ട്. കൂടുതൽ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നിട്ടുണ്ട്. വിജയ ശതമാനമൊക്കെ കൂടിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 2 മന്ത്രിമാർ, അതല്ലെങ്കിൽ ഒരു മന്ത്രി ഒരു ക്യാബിനറ്റ് പദവി, ഏറ്റവും കുറഞ്ഞൊരു ക്യാബിനറ്റ് പദവി ഒരു മന്ത്രിയും എന്ന രീതിയിലേക്കകം ആവശ്യങ്ങൾ മുന്നോട്ട് പോകുക. ഇന്നലെ അവരുടെ MLA-മാരുടെ യോഗം ചേർന്ന് 2 മന്ത്രിമാർ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജോസഫ് വിഭാഗം എന്ത് നിലപാട്, ആ ഒരു ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ കോൺഗ്രസ് അതിനോട് എന്ത് സമീപനമാവും സ്വീകരിക്കുക. അതോടൊപ്പം RSPക്കും ഒരു മന്ത്രി എന്തായാലും ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഒരു ക്യാബിനറ്റ് പദവിയോ മറ്റോ RSP ആവശ്യപ്പെടുകയാണെങ്കിൽ അതും കൂടുതൽ ചർച്ചകളിലേക്കൊക്കെ വഴിവെക്കും. മറ്റൊന്ന്, ഒറ്റ MLA-മാർ മാത്രമുള്ള ഘടകകക്ഷികളുണ്ട്. അനൂപ് ജേക്കബിന്റെ പാർട്ടി ആയാലും CMP ആയാലും ഒക്കെ തന്നെ ഒറ്റ MLA-മാരുള്ള ഘടകകക്ഷികളാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അനൂപ് ജേക്കബ് ഉൾപ്പെടെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ഒറ്റ MLA-മാരുള്ളവരെ ഇത്തവണയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമോ എന്നത് കോൺഗ്രസ് ആണ് തീരുമാനിക്കുക. അത് കോൺഗ്രസിന്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും. ഒപ്പം മുന്നണിക്കുള്ളില്ലെങ്കിൽ പോലും KK രമയ്ക്ക് മന്ത്രിസ്ഥാനം എന്നൊരു പൊതുവികാരം UDF-നുള്ളിലുണ്ട്. അത് ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക്, സാധ്യതകളിലേക്ക് എത്രത്തോളം പോകുമെന്നതും പ്രധാനം തന്നെയാണ്. ഈ ഘടകകക്ഷികളുടെ മന്ത്രിസഭാ ചർച്ചകളൊക്കെ തീർന്നതിന് ശേഷം, അവരുടെ വീതവയ്പ്പിന് ശേഷമാണ് ഇനി കോൺഗ്രസിലെ മന്ത്രിമാരിലേക്ക് പോകേണ്ടത്. സാധാരണ ഒരു 20 അംഗ മന്ത്രിമാരാണെങ്കിൽ ഇപ്പോൾ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും RSPക്കുമായി പോയി കഴിഞ്ഞാൽ ബാക്കി 12 13 സീറ്റുകൾ മാത്രമേ കോൺഗ്രസിനുണ്ടാവുകയുള്ളൂ. ആ സീറ്റുകൾ ഈ 63 MLA-മാരിൽ നിന്ന് തീരുമാനമെടുക്കുമ്പോഴാണ് വലിയ പ്രതിസന്ധിയും വെല്ലുവിളിയും ഹൈക്കമാൻഡ് അടക്കം നേരിടാൻ പോകുന്നത്. കാരണം അവിടെ KC വേണുഗോപാലും മാർസി, അതായത് KC മാർസിയും മന്ത്രി ഒഴിവാക്കപ്പെട്ട 2 പ്രബലന്മാരും കരുത്തരുമാണ്. ഇവർ എത്രത്തോളം പിടിമുറുക്കുമെന്നത് സതീശൻ ക്യാമ്പിന് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാക്കുന്നു. മാത്രമല്ല, മന്ത്രിമാരെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന് രമേശ് ചെന്നിത്തല രാവിലെ ഗുരുവായൂർ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശന്റെ മാത്രം ഒരു റോളായിരിക്കില്ല. ഉറപ്പായും KC വേണുഗോപാൽ അടക്കം കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവുകയും അവരുടെ സ്വാധീനം, അവരുടെ MLA-മാരെ തിരികെ കയറ്റാനുള്ള വ്യഗ്രത കാണിക്കുകയും അവർക്ക് പിൻബലം കൂടുതൽ കിട്ടുകയും ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രവുമല്ല, KC വേണുഗോപാലിനെ ഈ യോഗത്തിൽ ഇത്തരം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളൊക്കെ നേരിട്ട് പങ്കെടുക്കണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം നേരിട്ട് തലസ്ഥാനത്ത് എത്തുമോ എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. അദ്ദേഹത്തിന് തലസ്ഥാനത്ത് നേരിട്ടെത്തിയില്ലെങ്കിൽ പോലും ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് കൃത്യമായി കരുക്കൾ നീക്കാൻ കഴിവുള്ള നേതാവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തങ്ങളുടെ MLA-മാർക്ക് പരമാവധി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം വലിയ രീതിയിലുണ്ടാകും. മറ്റൊന്നറിയേണ്ടത്, രമേശ് ചെന്നിത്തല VD സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിൽ അംഗമാകുമോ എന്നതാണ്. രമേശ് ചെന്നിത്തലയെ ഏത് പാക്കേജിൽ ഒതുക്കുമെന്നുള്ളതാണ്. നിലവിൽ അദ്ദേഹം നൽകുന്ന സൂചന, ഇന്നലെ ഈ തീരുമാന പ്രഖ്യാപനമൊക്കെ വന്നപ്പോൾ തന്നെ താൻ മന്ത്രിസഭയിൽ അംഗമായിരിക്കില്ല എന്ന നിലപാടപ്പോൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം. മാത്രമല്ല, വളരെ ജൂനിയറായ, താൻ മന്ത്രിയായിരുന്ന കാലത്ത് KC വിദ്യാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ KC നേതാവായിരുന്ന VD സതീശന്റെ കീഴിൽ തനിക്ക് മന്ത്രിയാകാൻ പറ്റുകയില്ല എന്നൊരു നിലപാട് അദ്ദേഹം ഉറച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെ അനുനയിപ്പിക്കുക എന്നുള്ളത് ശ്രമകരമായൊരു ദൗത്യം തന്നെയാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച്. ഏത് വകുപ്പ് കൊടുത്ത് എങ്ങനെയാകും രമേശ് ചെന്നിത്തലയെ സമവായത്തിൽ എത്തിക്കുക എന്നുള്ളത്. ആഭ്യന്തരത്തിൽ രമേശ് ചെന്നിത്തല സതീശന് കീഴിലുള്ള മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല ഉണ്ടാകുമോ എന്നതടക്കമുള്ള
ചോദ്യങ്ങൾ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ പൂർണ്ണ മന്ത്രിമാരും മുഴുവൻ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനി ആകെ ഒരു 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 3 ദിവസം എന്ന് പറയുന്നത് അതീവ നിർണായകമാണ്. ഈ 3 ദിവസത്തിനുള്ളിൽ ഇതിലൊരു തീരുമാനം എങ്ങനെ, അതായത് ഇന്ന് ഈ പകൽ മുഴുവനും ശനിയും ഞായറും ഈ 3 ദിവസത്തിൽ കൊണ്ട് എങ്ങനെ ഇതിലൊരു തീരുമാനത്തിലെത്തും, ഈ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും അനുനയിപ്പിച്ചുകൊണ്ട് VD സതീശൻ എങ്ങനെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ കൃത്യമായി ഫോർമുലയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ളത് ഈ 3 ദിവസം വളരെയേറെ വെല്ലുവിളി തന്നെയാകും. നിരീക്ഷകരൊക്കെ തന്നെ കേന്ദ്ര നിരീക്ഷക ഹൈക്കമാൻഡ് നിരീക്ഷകർ കേരളത്തിൽ തുടരുമെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മായ. ശരി, എന്തായാലും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കായിട്ടാണ് UDF യോഗം ഇന്ന് ചേരുക. 2 മന്ത്രിസ്ഥാനം എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. അതേപോലെ തന്നെ അവകാശവാദങ്ങളുമൊക്കെ ലീഗും ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തി ഏത് രീതിയിൽ മന്ത്രിസഭ രൂപീകരിക്കും എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. അൺഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്.